ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് എനിക്ക് വളരെ സ്പെഷ്യലാണ്. എൻ്റെ വീട് ആറ്റുകാൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ദിവസങ്ങളാണ്. അപ്പോൾ ഇത്തവണ കുറച്ച് ക്ലിപ്സ് പറ്റുന്നത് പോലെ എടുത്തിട്ടൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വന്നെത്തുന്ന ഒരു ചടങ്ങ് എന്നുള്ള പ്രത്യേകതയും ആറ്റുകാൽ പൊങ്കാലയ്ക്കുണ്ട്. അമ്മയെ ശരണം, ദേവി ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം ബേസ് ചെയ്തേക്കുന്നത് ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരം എന്നുള്ള ഒരു കൃതിയിലൊരു സ്റ്റോറി ആയിട്ടാണ്. അതായത് കണ്ണകി ദേവി ഭർത്താവായിട്ടുള്ള കോവലനെ കള്ളൻ ആണ് എന്ന് വിചാരിച്ച് മധുര രാജ്യത്തെ രാജാവ് കൊന്നു. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് അതിൽ ദേഷ്യം പിടിച്ചിട്ട് മധുര നഗരം മുഴുവനും ചുട്ടു. അത് കഴിഞ്ഞ് ദേവി കന്യാകുമാരി വഴി കേരളത്തിലെത്തി കൊടുങ്ങല്ലൂരിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ പോകുന്നതിനിടയ്ക്ക് ആറ്റുകാലിൽ എത്തുകയുണ്ടായി. അങ്ങനെ ജനങ്ങൾ ദേവിയുടെ ഒരു ദേഷ്യം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ നടത്തി, അതുപോലെ പൊങ്കാല സമർപ്പിച്ചു തുടങ്ങി. അങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാല ഉണ്ടായത്, അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു ഹിസ്റ്ററി അതാണ്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. പോയി നമ്മളെ പോലെ അല്ല. ഇതൊരു അടിക്കുള്ള അവൻ ചെയ്ത ലീല எண்ணம் அடி பொறுக்க மாட்டாமல் அன்னை கண்டால் அஞ்சுவானே அடி பொறுக்க மாட்டாமல் ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ട്. അത് ഞങ്ങളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആ ഒരു ദിവസങ്ങളിൽ. അപ്പോൾ എന്നാലും ഒരു ദിവസം നല്ലോണം ഡ്രസ്സപ്പൊക്കെ ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ലോണം ഒരുങ്ങിപ്പോവും. ആ ഒരു ദിവസമാണിത്. ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞ് തൊട്ട് നെക്സ്റ്റ് ഡേ ആയിരുന്നു പോയത്. ഒരു മഹാഭാഗ്യമായി ഭക്തജനങ്ങൾ കണക്കാക്കുന്നു. അമ്മ എനിക്ക് വേണം അത്. അങ്ങനെ പൊങ്കാല ദിവസം എത്തിയിട്ടുണ്ട്. ഞാനൊരു സെറ്റ് മുണ്ടൊക്കെയാണ് എടുത്തത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് പായസമാണ്, സാധാരണ ശർക്കര പായസം. അമ്മ ഉണ്ടാക്കിയത് തെരളിയും മണ്ടപ്പുറ്റും പിന്നെ സാധാരണ നമ്മൾ പച്ചരി ചോറുമാണ് ഉണ്ടാക്കിയത്. തെരളി അരിപ്പൊടിയും ശർക്കരയും പഴമൊക്കെ ചേർത്ത് കുഴച്ച് ഡൗ ആക്കിയിട്ട് നമ്മൾ ആവിയിൽ കയറ്റുന്നതാണ്. മണ്ടപ്പുറ്റും അതുപോലെ തന്നെയാണ്. മണ്ടപ്പുറ്റിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നത് പയറ് പൊടിച്ചിട്ട് അതും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്.
പിന്നെ ഇത് കുഴയ്ക്കുന്നത് ഒരു വലിയ ടാസ്ക്കായിരുന്നു. അപ്പോൾ കുറേ സമയമൊക്കെ എടുത്ത് കുഴച്ചു. 9:45 അമ്പലത്തിലെ ഭണ്ഡാര അടുപ്പിൽ തീ കത്തിക്കുന്നത്. ഞങ്ങളിവിടെ തൊട്ടടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് അനൗൺസ്മെൻ്റ് ഒക്കെ അപ്പോൾ കേൾക്കാൻ പറ്റും. അപ്പോൾ അവിടെ അടുപ്പ് കത്തിക്കുമ്പോൾ തന്നെ നമുക്കും ഇവിടെ കത്തിക്കാം. ഒരു 2:30 ആയപ്പോഴേക്കും പൂജാരി വന്ന് നിവേദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി. ഞാൻ മറന്നും പോയി ആ തിരക്കിനിടയിൽ. അപ്പോൾ ഇതാണ് മണ്ടപ്പുറ്റ്. ഞാനിത് നെക്സ്റ്റ് ഡേ എടുത്തതാണ്. അതുപോലെ തെരളിയും പിന്നെ ഇത് എൻ്റെ പായസം. ഈ പുറത്ത് എഴുന്നള്ളുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസാണ്. ഫ്ലോട്ടൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. എൻ്റെ അമ്മ എലിഫൻറ്റ് സ്ക്വാഡിലുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് ബാക്കിൽ തന്നെ അമ്മ എല്ലാം ക്ലിയറായിട്ട് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ പൊങ്കാല കഴിഞ്ഞു. ഇനി അടുത്ത വർഷം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.